എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്നോടൊരു ചോദ്യം രാഹുൽ ചോദിച്ചായിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്ന കാറിന്റെ ഒരു റിവ്യൂ പറയണമെന്ന് ഇൻസ്റ്റാഗ്രാം പേജിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ യു എയിലാണ്. ഞാനിവിടെ യു എയിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറ് കിയയുടെ റിയോ എന്ന് പറയുന്ന ഒരു കാറാണ്. നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല, നമ്മുടെ കേരളത്തിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇനി ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. 5 സീറ്റർ കാറാണ്, 1400 cc എഞ്ചിനിൽ വരുന്ന 5 സീറ്റർ കാറാണ്. എടുക്കാനുള്ള കാരണം ഒന്ന്, മൈലേജ് ഉണ്ട്, യൂസർ ഫ്രണ്ട്ലി ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, സർവീസ് കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. ഇത് ഞാനിപ്പം 5000-ലാണ് ഞാൻ ഒരു സർവീസ് ചെയ്യുന്നത്. ഓയിലും ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് എനിക്ക് ഏതാണ്ട് 100 ദിർഹംസിനകത്തേ ആവുന്നുള്ളൂ ഈ കാറിന്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ 100 ദിർഹംസിൽ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ നമുക്ക് ഇതിനകത്ത് അടിക്കാൻ പറ്റുന്നുണ്ട്. ഫീച്ചേഴ്സ് എടുത്ത് പറയുകയാണെങ്കിൽ അധികം ഫീച്ചേഴ്സ് ഒന്നുമില്ല. പിന്നെ ഇതിനകത്തിപ്പം എടുത്തൊരു ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അത് ഒട്ടുമിക്ക വണ്ടിക്ക് ഇവിടെ ക്രൂസ് കൺട്രോൾ, ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ക്ലൈമറ്റ് കൺട്രോൾ AC ഒന്നുമല്ല വരുന്നത്. മ്യൂസിക് സിസ്റ്റം, നോർമൽ CD പ്ലെയർ, FM, പിന്നെ USB കണക്ട് ചെയ്യാം, ഓക്സ് കേബിളും ഉണ്ട്. അല്ലാതെ LCD മോണിറ്റർ അങ്ങനെയൊന്നുമില്ല. അത് ഫുൾ ഓപ്ഷനിലും എനിക്ക് തോന്നുന്നത് ഇതേ കണക്ക് തന്നെയാണ്. ഇത് ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള മോഡലാണ്. പിന്നെ ഇതിന് ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല വലിയൊരു ബൂട്ട് സ്പേസ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഭയങ്കര സ്മൂത്താണ്, വണ്ടിയിൽ ഒഴുകി പോകും എന്ന് പറയുന്ന ഇതാണ്. പക്ഷേ വലിയ പവറൊന്നുമില്ല, സാധാ i20 ഒക്കെ ആ പവർ തന്നെയാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന് പുറകുവശത്തെ ലൈറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ്, LED ലൈറ്റാണ്. അപ്പോൾ അതിന് കത്തി കിടക്കുന്ന കാണാനും അതൊരു ക്യൂട്ട്നെസ് ആണ്. കാറ് മൊത്തത്തിലൊരു ക്യൂട്ടാണ്, ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ കാറാണ്. കാരണം പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് AC ആണ്. കാരണം 50 ഡിഗ്രി ചൂടൊക്കെയാണ്, നല്ല പെട്ടെന്ന് നടക്കുന്ന AC ഒക്കെയാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. ഇതൊക്കെയാണ് എൻ്റെ കാറിൻ്റെ വിശേഷം.